ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നാണ് ഗൈസ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഡേ. 11 മണിക്ക് എത്തേണ്ടത് അവിടെ ബി കോട്ടിൽ വെച്ചിട്ടാണ്. അപ്പം റെഡി ആവണം ഗൈസ് പോയിട്ട്. അപ്പം ഞാനൊരു ധാവണിയായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ എൻ്റെ ധാവണി. അപ്പൊ ഗൈസ് റെഡി ആവട്ടെ പോയിട്ട്. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ സ്കേർട്ട്. ഇത് ഞാൻ ആക്ച്വലി ഒരു ഷൂട്ടിന് ഇട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചുളിഞ്ഞ് കിടക്കുന്നുണ്ട് ഗൈസ്. നമുക്കിത് പോയിട്ട് അയൺ ചെയ്യണം. അപ്പൊ ഞാൻ റുബീനന്റെ റൂമിൽ വന്നിട്ടാണ് ഗൈസ് അയൺ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ സോക്കറ്റ് അപ്പുറത്താണ്, അപ്പൊ നമുക്ക് കുത്തി അയൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ചൂടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് അയൺ ചെയ്യാം ഗൈസ്. അപ്പൊ ഞാൻ അത് ഡ്രൈ ക്ലീനിങ് കൊടുത്തപ്പോ അവർക്കൊന്ന് അയൺ ചെയ്തിട്ടൊക്കെ തന്നൂടെ അല്ലേ? എത്ര രൂപ കൊടുക്കുന്നതാ? ലൈക്ക് ഈ സ്കേർട്ടിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ഫ്ലെയർസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ എന്ത് കട്ടെന്ന് ഇങ്ങനെ പറയാം, അംബ്രല കട്ടോ അങ്ങനെ എന്തോ ആണ് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ എന്താ പ്ലീറ്റ്സ് പോലെ ആയിട്ടുള്ള സംഭവമല്ല. അതാണെങ്കിൽ കുറച്ചും കൂടെ സുഖം അയൺ ചെയ്യാം. ഐ മീൻ നമുക്ക് അറിയാമല്ലോ എവിടേക്ക് അയൺ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഈ സ്കേർട്ട് ഇടാം. ഈ ഡ്രസ് ഗൈസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട്, ഐ മീൻ മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തതാണ്. സ്കേർട്ട് ഇട്ടു, ഇനി ബ്ലൗസ്. അപ്പൊ ബ്ലൗസും അയൺ ചെയ്യണം ഗൈസ്. സോ ഗൈസ് ഞാൻ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞ് ഈ തുണി ഇവിടെ ഇങ്ങനെ ഇട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൗസിന്റെ നെക്ക് ഭയങ്കര ഡീപ്പാണ്. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് ഞാൻ മുടിയൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു വേവ്സ് ഒക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി നമുക്ക് മേക്കപ്പ് പരിപാടിക്ക് പോവാം. സോ നമുക്ക് ആദ്യം സൺസ്ക്രീൻ തേക്കാം ഗൈസ്. നല്ല പൊരിഞ്ഞ വെയിലായിരിക്കും, കുറെ തേക്കാം. ഇതങ്ങ് 2 റൂളൊക്കെ മാറ്റി ഞാനിപ്പോൾ 3 റൂളും 4 റൂളൊക്കെയാ ഗൈസ്. വലിയ വയസ്സ് കിട്ടാണ്ടിരിക്കാം, അതുകൊണ്ട് ഒന്നുമില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇതൊന്നും സൗണ്ടും പോയി. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ റെവാലിഫ്റ്റിൻ്റെ ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാം ഗൈസ്. നെക്സ്റ്റ് ഗൈസ് നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇത് ഷുഗറിൻ്റെ പ്രൈമറാണ്. നമുക്ക് ഞാൻ കൺസീലറൊന്നും യൂസ് ചെയ്യില്ല ഗൈസ്. കൺസീൽ ചെയ്യാൻ കുറേ ഉണ്ടെങ്കിലും കൺസീലറൊന്നും യൂസ് ചെയ്യാറില്ല. ഫൗണ്ടേഷൻ തന്നെ എൻ്റെ കൺസീലറും എല്ലാതും. സമയമായി ഗൈസ്, 11 മണിക്ക് പോകണം. 10:45 അവിടെ ഇപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങും. എന്തോ ലൈക്ക് ഏറ്റവും വലിയ തിരുവാതിരക്കളിയോ അങ്ങനെ എന്തോ ഉണ്ട് ഗൈസ്. ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഗൈസ് എന്നോട് ചില ലൈക്ക് 2-3 കമൻറ്റ്സ് വന്നായിരുന്നു ബെസ്റ്റ് എന്താണ് ലൈക്ക് എൻ്റെ ഷെയ്ഡിന് പറ്റിയ ഫൗണ്ടേഷൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിപ്പോൾ റുബീനേൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് എനിക്ക് മാച്ച് ആവുന്നുണ്ട് ഗൈസ് എൻ്റെ ഷെയ്ഡുമായിട്ട്. അപ്പോൾ ഇത് സെഫോറേൻ്റെ 28.5 എന്ന് പറയുന്ന ഷെയ്ഡാണ്. നല്ല നല്ല ഫൗണ്ടേഷനാണ് ഗൈസ്. എൻ്റെ സ്കിന്നുമായിട്ട് നല്ലോണം ലൈക്ക് മാച്ച് ആവുന്നുണ്ട്. ഭയങ്കര ഡള്ളാക്കുന്നില്ല. പിന്നെ ഒന്ന് ഒരു പൊടിക്ക് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് പോകുന്നുണ്ട് ഗൈസ്. കൊള്ളാം. കാൽമുട്ടൊക്കെ വേദനിക്കുന്നു എനിക്ക്. ഓക്കെ ഗൈസ്, അതങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കുവാണ്. നമുക്ക് ബ്ലഷ് യൂസ് ചെയ്യാം ഗൈസ്. ബ്ലെൻഡർ അപ്പുറത്തെ റൂമിലെ ഗൈസ് ഞാൻ പോയി എടുത്തോണ്ടില്ല. ബ്ലെൻഡർ അല്ലല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, ബ്ലഷ് സക്സസ്ഫുള്ളി ബ്ലെൻഡ് ചെയ്തു. ഇനി നമുക്ക് സ്ട്രോബ് ക്രീം ഇടാം. ഈ നമ്മുടെ ചീക്ക് ബോൺസിൻ്റെ ഈ 2 ഭാഗമല്ലേ ഇവിടെയൊക്കെ ഞാൻ സ്ട്രോബ് ക്രീം ഇടുന്ന ഗൈസ്. ഒന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, കാരണം കോൺടൂർ ചെയ്യുന്നില്ല. ഓക്കെ ഗൈസ്, ഇതും നമുക്ക് ബ്ലെൻഡ് ചേർക്കാം. അങ്ങനെ ഇതും കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഗൈസ്. സമയമൊക്കെ പോയി. ഞാൻ എൻ്റെ ഇടയിൽ കണ്ണ് റെഡിയാക്കി പൊട്ട് തൊട്ട് വന്നു. ഗൈസ് ഏതൊക്കെയോ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മീനുകളിലൊക്കെ വളരെ റൈസ്ഡാണ് എൻ്റെ ഭാഗം. കമ്മലിടാം. എല്ലാതും വീണു പോകുന്നു. എന്തൊക്കെയോ നടക്കണം. കയ്യും കാലം വേണിക്കുന്നു. ഓക്കെ ഗൈസ്, കടലോട്ട് done guys, my look is completed. So guys, ഞാൻ റെഡി ആയി.
ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ചെരുപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് ഗൈസ് എൻ്റെ ചെരുപ്പ്. ഓക്കെ ഗൈസ്, സെറ്റ്, നമുക്ക് പോവാം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കോളേജിലിട്ട പൂക്കളം. ഇത് സീനിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഇട്ടാൽ തോന്നുന്നു. പിന്നെ നമ്മുടെ BB കോർട്ടിൽ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടി ബാസ്കറ്റ്ബോൾ കോർട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ സീനിയേഴ്സിൻ്റെ ഒക്കെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഗ്രൗണ്ടിൽ ഇറങ്ങി ഡാൻസും കളിക്കായിരുന്നു ഗൈസ്. വളരെ ഫുൾ വൈബായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഓണപരിപാടി കഴിഞ്ഞിരിക്കുവാണ്. ഇവിടെ റുബിനെ ലെൻസ് കണ്ടോ നിങ്ങള്? കാണിച്ചു കൊടുത്ത് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്ത ലെൻസാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഞങ്ങള് ടിക്കറ്റൊക്കെ വലിയ കാര്യത്തിൽ എടുത്തു 350. ഇടക്കിടക്ക് കേൾക്കാം 350 എടുത്ത് പറയും. പക്ഷെ ടിക്കറ്റ് ആരും ചോദിച്ചില്ല ഗൈസ്. പിന്നെ ഞങ്ങക്ക് പായസം കിട്ടിയില്ല. പായസം തീർന്നു പോയി തോന്നുന്നു. എന്തായാലും ഇനി ഇതൊക്കെ അടുത്ത ഓണപരിപാടികളിൽ ഞങ്ങള് ഈ കൊച്ചിനെ കൊണ്ട് അടുത്ത ഓണപരിപാടിയിൽ ഞങ്ങൾ ഇതൊക്കെ റെക്ടിഫൈ ചെയ്തിരിക്കും ഗൈസ്. ഞങ്ങൾ പായസം കുടിച്ചിട്ട് ഇപ്പോൾ കുറെ ഡാൻസ് കളിച്ച്. നീ ഡാൻസ് കളിച്ചു? കുറെ ഡാൻസ് കളിച്ച്. പിന്നെ ചെണ്ട ഉണ്ടായിരുന്നു, കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു, കുറെ ആൾക്കാർ പല ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ നാട്ടിൽ പോവാണ്. ഇവളിവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്രേതൊക്കെ ഉണ്ട് ഗൈസ്. ചിലപ്പം കാണുമായിരിക്കും. ഞാൻ തിരിച്ചു വരുമ്പോൾ ചിലപ്പം കാണുമായിരിക്കും. അപ്പൊ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ ബൈ.